ഈ ഒരു വിഷയം പേടിപ്പെടുത്തുന്നതാണ്. ശത്രുശല്യത്തെ ഭയക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല. അതാരെങ്കിലും ചെയ്തു വച്ചു കഴിഞ്ഞാൽ നമുക്കത് എഫക്റ്റീവായിട്ട് അത് ജീവിതത്തിൽ പ്രതിഫലിക്കും. ശത്രുക്കളെ കൊണ്ട് വലിയ ശല്യമാണ്. ഞങ്ങളെ ജീവിതത്തിൽ വലുതായി ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് തീർന്നു കിട്ടണം. നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് അത് ചെയ്യാവുന്നതാണ്. ആ ശത്രുക്കൾ പിന്നീട് നിന്നെ ഉപദ്രവിക്കൂല. പിന്നീട് ആ ശത്രുവിനെ കൊണ്ട് ഒരു ശല്യവും നിന്റെ ജീവിതത്തിലോ നിന്റെ മക്കളുടെ ജീവിതത്തിലോ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലോ ഉണ്ടാവില്ല. ശത്രുവിനെ ഇനി നീ ഭയക്കണ്ട. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശത്രുശല്യം. നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കേട്ടതാണ്. ശത്രുക്കണ്ണു കൊണ്ടുള്ള ശല്യങ്ങൾ. അത് ഹൈന്ദവ മതാചാര പ്രകാരം ആ ശത്രുശല്യം പല രീതിയിലാണ്. അതിനെ പല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ ബാത്തിലാക്കാറുണ്ട്. അതിനവർ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പൂജകൾ ചെയ്തുകൊണ്ട് അത് ഒഴിവാക്കാറുണ്ട് ശത്രുശല്യം. അത് നേരെ മറിച്ച് നമ്മുടെ ഇസ്ലാമിലെടുത്ത് നോക്കുന്ന സമയത്ത്, ഇസ്ലാമിൻ്റെ ലേബിളിലെടുത്ത് നോക്കുന്ന സമയത്ത് ശത്രുശല്യം എന്ന് പറയുന്ന ഒരു ശല്യമില്ല. ശത്രുശല്യം എന്ന് പറയുന്ന ഒരു ശല്യമില്ല. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകും. ശല്യമായിട്ട് നമുക്ക് അതൊരു കർമ്മം ചെയ്ത് ഒഴിവാക്കേണ്ടതോ അതൊരു കാര്യങ്ങൾ ചെയ്ത് ഒഴിവാക്കേണ്ടതുമായിട്ടൊരു ശല്യമോ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കണക്റ്റിങ്ങോ ഒന്നും ഇസ്ലാമിലില്ല. ശത്രുക്കളെ കൊണ്ട് ശല്യങ്ങൾ ഉണ്ടാവാം, അവരെ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അത് എങ്ങനെയാണ് ബാത്തിലാക്കേണ്ടത് എന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുറച്ച് മുന്നേ ആയിട്ട് നമ്മളൊരു മജ്‌ലിസ് നമ്മൾ പറഞ്ഞിരുന്നു, ശത്രുവിരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലേകാനുള്ള ഒരു അമല് നമ്മൾ പറഞ്ഞിരുന്നു. കുങ്കുമപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അമല് നമ്മൾ പറഞ്ഞു. ധാരാളം ആളുകൾക്ക് അതിൽ സംശയം ഉണ്ടായി. എന്താണ് തങ്ങളെ കുങ്കുമപ്പൊടി, എന്താണ് അത്? കിട്ടാനില്ലല്ലോ. സഅഫറാൻ എന്ന് പറയും അറബിയിൽ, കുങ്കുമ പൊടി. ചിലപ്പോൾ നമ്മളെ കേരളത്തിലൊന്നും കിട്ടൂല. വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ അത് സുലഭമായിട്ട് കിട്ടും. സഅഫറാൻ കുങ്കുമ പൊടിക്കുന്നതാണ്. കുങ്കുമത്തിനാണെങ്കിലോ നല്ല വിലയാണ്. ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കുങ്കുമൊക്കെ പോയി കടയിൽ ചോദിച്ച സമയത്ത് നല്ല റേറ്റാണ് പറയുന്നത്. അത് ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ചെറുതെന്തെങ്കിലും പറഞ്ഞു തരുമോ? ഞങ്ങളെ കൊണ്ട് വീട്ടിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ശത്രുവിനെ, ആ ശത്രുശല്യം ഒഴിഞ്ഞു പോവാനും ആ ശത്രുവിൻ്റെ ഉപദ്രവം ഇല്ലാതിരിക്കാനും ഞങ്ങൾക്ക് ജീവിതത്തിൽ റാഹത്തായിട്ടൊന്ന് മനസ്സമാധാനത്തോടുകൂടി ഒന്ന് ജീവിക്കാൻ കരഞ്ഞു പറഞ്ഞവരുണ്ട്, സങ്കടം പറഞ്ഞവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള അമൽ. ഈ രണ്ട് കാര്യങ്ങൾ ഇതില്ലാത്ത വീടുണ്ടാവില്ല. ഇത് വേറെ എവിടെയെങ്കിലും പോയി കുങ്കുമത്തിൻ്റെ പൗഡർ തിരഞ്ഞ പോലെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി തിരയേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ വീട്ടിലുള്ളതാണ്. ഈ രണ്ട് സാധനങ്ങൾ ഇല്ലാത്ത വീടില്ല. പക്ഷെ നമുക്ക് തന്നെ അത് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യുമ്പോൾ എന്താണ് ഞങ്ങൾ ചൊല്ലേണ്ടത്, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചെയ്യട്ടോ. കുറേ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ വിളിച്ചിരുന്നു, ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമോ ഉസ്താദെ, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ, ഞങ്ങളെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇത് പരിപൂർണമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അമലാണ്, ഒരു ടിപ്സാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് കേൾക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം ആയത്തുകളും ഏതെല്ലാം ദിക്റുകളെയാണ് കൊണ്ടുവരേണ്ടത് നമുക്ക് പഠിക്കാം. അത് പറയുന്നതിന് മുമ്പ്, അമല് പറയുന്നതിന് മുമ്പ്, അത് പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജ്‌ലിസ് കണ്ടുകൊണ്ട് ഞങ്ങളെ ഇത്തരം പ്രയാസങ്ങളും ഇത്തരം പ്രതിസന്ധിയിലുമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഇടങ്ങേറിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. പൈശാചികമായിട്ടുള്ള പ്രയാസങ്ങൾ പറഞ്ഞ് ധാരാളം ആളുകൾ സമീപിക്കുന്നവർ, സിഹറിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ധാരാളം ആളുകൾ വിളിച്ച് സമീപിക്കുന്നവർ, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർ, അതിൻ്റെ പരിഹാരങ്ങൾ തേടുന്നവർ. ഇൻഷാ അല്ലാഹ് അവരൊക്കെ വിളിച്ച് ചോദിക്കുന്ന ഞങ്ങളെ ഒന്ന് കാണണമായിരുന്നു, നേരിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, ഞങ്ങളെ പ്രയാസങ്ങളൊന്ന് മാറ്റണമായിരുന്നു വിളിച്ച് പറയുന്നവർ. ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിങ്ങിലെ ഡേറ്റ്, നേരിട്ട് കാണാനുള്ള അവസരം വീട്ടിലിരിക്കുന്നത് ഇനി ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ
മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. ഇവിടെ സകലമായ പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അല്ലാഹുവിനെ തീർത്ത് നൽകണമല്ല. ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണമല്ല, അഭിവൃദ്ധി നൽകണമല്ല. ഇൻഷാ അല്ലാഹ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ശത്രുവിൻ്റെ പ്രയാസങ്ങളില്ലാതിരിക്കാൻ, ശത്രുവിൻ്റെ പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എത്ര ആളുകളാണ്. കാരണം ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ ആ മജ്‌ലിസ് ചെയ്ത സമയത്ത് തന്നെ എത്രയോ ആളുകളാണ് വിളിക്കുന്നത്, ഞങ്ങൾക്ക് ശത്രുവിൻ്റെ ഭയങ്കര ശല്യമുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പാണ് അവരാണെന്ന്. ഞാനത് പറയാറില്ല. ഞാൻ അവരോട് പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ടാവാം അവരാണെന്ന്, പക്ഷേ അവർ നശിക്കാനോ അവർക്ക് പ്രയാസം ഉണ്ടാക്കാനോ, അവർ നിനക്കൊരു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഉണ്ടാക്കാൻ നീ നിൽക്കണ്ട. നീ എപ്പോഴും നിനക്കുള്ള പ്രാർത്ഥന, നിനക്ക് വേണ്ട ദുആ എന്താണ്, ആ ശത്രുക്കൾക്ക് നല്ല മനസ്സിൽ നീ കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് നല്ല മനസ്സിൽ നീ കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ തമ്മിൽ നല്ല ഐക്യത്തിൽ അല്ലാഹുവേ നീ നിലനിർത്തണം അല്ലാഹ്. മരണം വരെ ഐക്യം നൽകണം അല്ലാഹ്. നിന്റെ ശത്രു സഹോദരനാവാം, നിന്റെ ശത്രു നിന്റെ സഹോദരിയാവാം, നിന്റെ അയൽവാസിയാവാം, നിന്റെ കുടുംബമാവാം, ആരുമാവാം, നിന്റെ സുഹൃത്താവാം, ആരുമാവാം നിന്റെ ശത്രു. നിനക്കറിയാത്ത ശത്രുവാണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആ എപ്പോഴും കൊണ്ടുവരാം. ഈ അമല് ചെയ്യുന്ന സമയത്തും അതാവണം നിയ്യത്ത്. ഏത് ശത്രുവാണെങ്കിലും ഒരു ശത്രുവിന് മനസ്സിൽ കാണരുത്. ഒരിക്കലും ഒരാളും ഇത് കണ്ടുകൊണ്ടാരും ചെയ്യരുത്. ഒരാളെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഇത് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അമല് ആരും ഏറ്റെടുക്കണ്ട. ഇൻഷാ അല്ലാഹ് എങ്ങനെയാവണം, എല്ലാ ശത്രുക്കളുടെ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും അല്ലാഹു ഞങ്ങളെ നീ കരകയറ്റണേ റബ്ബേ. ഞങ്ങൾക്ക് വലിയ റാഹത്ത് നൽകണം അല്ലാഹ്, വിജയം നൽകണം അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാവണം ഈ അമൽ എല്ലാവരും ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? കുറച്ച് മഞ്ഞൾപ്പൊടി ഇല്ലാത്തവരുണ്ടോ? അത് അന്വേഷിച്ച് നമ്മൾ കടയിൽ പോകണ്ടല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലെടുക്കുക. പാത്രത്തിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം, അത്ര മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് ഒഴിക്കുക. ശ്രദ്ധിച്ച് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചുണ്ണാമ്പ്, 100 ചുണ്ണാമ്പ് അറിയില്ലേ, ആ ചുണ്ണാമ്പ് കൂടി ഇട്ടൊന്ന് കലക്കുക. അപ്പോൾ അതിൻ്റെ നിറം ഒന്ന് മാറും, ചുവപ്പ് നിറത്തിലാവും അല്ലേ? ചുവപ്പ് നിറത്തിലായി അതിലേക്ക് ഒരു കഷ്ണം പുകലയില്ലേ, പുകല കുറച്ച് ഒരു കഷ്ണം ഇടുക. എന്നിട്ട് അതിലേക്ക് 2 കൈകളും അതിലേക്ക് വെക്കുക. നമ്മൾ 2 കൈകളും വെച്ചിട്ട് നമ്മൾ ചൊല്ലണം ഈ ഒരു ദിക്റിനെ ചൊല്ലാം. യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബതിശി ശദീദ്. ഈ ഒരു ദിക്ർ ഏതാണ് ദിക്ർ? എൻ്റെ കൂടെ പറയും. യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബതിശി ശദീദ്. ഈ ഒരു ദിക്ർ എത്ര പ്രാവശ്യം? 101 പ്രാവശ്യം. അപ്പോഴൊക്കെ മനസ്സിൽ എന്ത് വേണം? എൻ്റെ ശത്രു ഏതാണെങ്കിലും അല്ലാഹുവേ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം അല്ലാഹ്. ആ ശത്രുക്കളുടെ പ്രയാസങ്ങൾ അല്ലാഹ് എന്നിൽ നിന്ന് നീ അകറ്റണേ റബ്ബേ. നിനക്ക് ഉത്തരം നൽകുന്നത് റബ്ബ് മാത്രമാണ്, അല്ലാഹു മാത്രമാണ്. നമ്മൾ അമലുകൾ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു ദിക്ർ ചൊല്ലുക. പിന്നീട് സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. സൂറത്തുൽ ഫീൽ എല്ലാവർക്കും അറിയില്ലേ? അലം തറ, അതൊരു 11 പ്രാവശ്യം ഓതുക. പിന്നെ ഈ ഒരു ദിക്ർ. അപ്പോഴൊക്കെ നമ്മളെ കൈ എവിടെ ഉണ്ടാവണം? നമ്മൾ ഉണ്ടാക്കി ഈ പാനീയത്തിലാവണം നമ്മളെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഓതുക. ചിലപ്പോൾ ചെറിയൊരു നീറ്റലും പുകച്ചിലൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഒന്ന് സഹിച്ചിട്ട് ഇൻഷാ അല്ലാഹ് കൈ വെക്കുക. ചിലർക്ക് ഉണ്ടാവില്ല, ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാവും, ചുണ്ണാമ്പാണല്ലോ, ഉണ്ടാവും. പിന്നീട് ഒരു 11 പ്രാവശ്യം അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശഅത. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിന്റെ ശത്രു ഏതു വലിയ വമ്പനാണെങ്കിലും, നിന്റെ ശത്രു സമ്പന്നനാണെങ്കിലും, നിന്റെ ശത്രു സ്വാധീനമുള്ള ആളാണെങ്കിലും, നിന്റെ ശത്രു നിന്നേക്കാൾ വളർച്ചയുള്ള ആളാണെങ്കിലും, ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിലും ആ ശത്രുവിൻ്റെ ശല്യം ഇല്ലാതാവും. ആ ശത്രു ഇല്ലാതെയാവും. അതായത് ശത്രു നശിക്കുന്നല്ല,
ശത്രു നശിക്കണമെന്ന് ആരും ചിന്തിക്കരുത്. അവർക്ക് അല്ലാഹു നീ ഹിദായത്ത് കൊടുക്കണം, അല്ലാഹ് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണം, അല്ലാഹ് ഞങ്ങളങ്ങനെ ഉപദ്രവിക്കുന്ന ആ ഉപദ്രവം അല്ലാഹുവേ, ആ ഉപദ്രവിക്കുന്ന ആ മനസ്സ് നീ അകറ്റണേ റബ്ബേ, നീ ഇല്ലാതാക്കണേ റബ്ബേ. പല രീതിയിൽ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് അല്ലേ, പല രീതിയിൽ കുതന്ത്രമായിട്ടുള്ള ഇങ്ങനെയുള്ള സിഹർ പോലുള്ള കൂടോത്ര വിദ്യകൾ ചെയ്ത് നമ്മൾ ഉപദ്രവിക്കുന്ന നമ്മളെ ശത്രുണ്ട്. എല്ലാം നമ്മളെ വല്ലാതെ ആക്രമിക്കുന്ന, അതായത് നമ്മുടെ ഭൂമിയിലേക്ക് വേസ്റ്റ് ഇട്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും നമ്മളെ ഭൂമിയിലെ കാര്യങ്ങൾ നശിപ്പിച്ചിട്ടും ഉള്ള ശത്രു ഉണ്ടാവും. എല്ലാം നമ്മളെപ്പറ്റി പരദൂഷണങ്ങൾ പറയുന്ന, നമ്മളെപ്പറ്റി നമീമത്തുകൾ പറയുന്ന, നമ്മളെപ്പറ്റി എല്ലാ വചനങ്ങൾ പറയുന്ന ശത്രുക്കൾ ഉണ്ടാകും. എല്ലാ ശത്രുവും ഞാൻ ഓരോന്ന് എണ്ണി പറയുന്നില്ല. എൻ്റെ ശത്രു എന്താണ് നിനക്ക് വേണ്ടി ഉപദ്രവം ചെയ്യണമെന്ന് നിനക്കറിയാലോ. ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാണ് നീ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നിനക്കറിയാം, ഞാൻ പറയാത്തത് നിങ്ങൾക്കറിയാലോ. അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു അമൽ ചെയ്താൽ ശത്രുക്കളില്ലാതെയാവും, ശത്രു ശല്യം ഇല്ലാതാവും. അവരുടെ പ്രയാസങ്ങൾ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും ചെയ്യും എപ്പോഴാണിത് ചെയ്യേണ്ടതെന്ന്. ഇത് ചെയ്യാനുള്ള 2 സമയം, ഒന്ന് പ്രഭാത സമയം, രണ്ടാമത്തെ സമയം സൂര്യൻ അസ്തമിച്ച സമയം, അതായത് മഗ്രിബിൻ്റെ ശേഷം, സുബഹിക്ക് ശേഷം. ഈ 2 സമയത്തും നമുക്കിത് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പാനീയം നമ്മളെല്ലാം ഇതൊക്കെ ഓതി വെച്ച ഈ ഒരു പാനീയം, ഈ പാനീയത്തിലേക്ക് ഇഷ്പി എന്ന് പറഞ്ഞിട്ട് അവസാനം മന്ത്രിച്ചുകൊണ്ട് നമ്മളെ വീടിൻ്റെ, ഈ ശത്രുവിൻ്റെ വീട്ടിൻ്റെ പറമ്പിലേക്കല്ല, നമ്മളെ വീടിൻ്റെ ഏതെങ്കിലും മൂലയിലേക്ക് ഒഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അമലും ഇതേപോലെ തന്നെയാണ്. പക്ഷേ പാനി ഇതല്ല, ഓതേണ്ടതും ഇതല്ല. അമലുകൾ വ്യത്യാസമുണ്ട്. പക്ഷെ അത് കിട്ടുന്നവർ അത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ധാരാളം ആളുകൾ അറിയിച്ചിരുന്നു. ഞങ്ങളെ ഇപ്പം എന്താണെന്നറിയില്ല, വലിയ റാഹത്തുണ്ട്. ആ പ്രയാസപ്പില്ല. ഞാൻ മനസ്സിൽ കരുതിയ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ശത്രു എനിക്ക് വേണ്ടി നിരന്തരമായി ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് ഇപ്പോൾ കാണില്ല കേട്ടോ, ഇപ്പോൾ കാണില്ല. 2 ആഴ്ച ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ കാണില്ല. ഞാൻ 2 ആഴ്ച കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ വിളിക്കാഞ്ഞത്, ഞാൻ വിളിച്ച് ഇപ്പോൾ സന്തോഷ വാർത്ത അറിയിച്ച് കുറേ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യാം. അത് കിട്ടാത്തവർ ഇത് ചെയ്യാം. ശത്രു ശല്യം നമ്മളിന്ന് ജീവിതത്തിൽ ഇല്ലാതെയാവണം. ശത്രു ശല്യങ്ങളിലാണല്ലോ എല്ലാം ഉണ്ടാകുന്നത്. ശത്രുവാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി സിഹർ ചെയ്യുന്നത്. ശത്രുവാണ് നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുന്നത്, നമുക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നത് ശത്രുവാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർത്തുന്നതും ശത്രുവാണ് അല്ലേ. ആ ശത്രുവൊക്കെ ശത്രു ഇല്ലാതാവും. ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്ക്. ചെയ്തിട്ട് റിസൾട്ടുകൾ അറിയിക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും അയച്ചു കൊടുക്കുക. ഇത് ഇൻഷാ അല്ലാഹ് അവർക്ക് ഉപകാരപ്പെടുമല്ലോ, എൻ്റെ ചങ്ങാതിമാർക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന ചിന്തയോടുകൂടി, നല്ല മനസ്സോടുകൂടി അറിയിച്ചു കൊടുക്ക്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ 5:45 സയ്യിദിയ മജ്ലിസ്, ഈ ഒരു മജ്ലിസിൽ തന്നെയാണ് വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, കൂട്ടമായി ദുആ ചെയ്യുന്ന മജ്ലിസ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇങ്ങനെയുള്ള നല്ല നല്ല അമലുകൾ, നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ല കാര്യങ്ങളാണ് നമ്മൾ മജ്ലിസിലൂടെ ഓരോ ദിവസമായിട്ട് നമ്മളിങ്ങനെ അറിയിക്കുന്നത്. പൈശാചികമായിട്ടുള്ള പ്രയാസങ്ങളുമായിട്ടാണ് നമ്മൾ ധാരാളം ആളുകൾ സമീപിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ മജ്ലിസിൽ അറിയിക്കുന്നത്. എല്ലാവരും കാണുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണെങ്കിൽ, നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന അമലാണെങ്കിൽ എല്ലാവരും സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.